ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. പാലക്കൂറ അഥവാ പാലക്ക് ഓർ സ്പിനാച്ച് എന്ന് പറയുന്ന ഒരു ഇലയും അതുപോലെ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു കറി, ഒരു മസാല കറി പോലെ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പാലക്കൂറ, അതായത് ഈ ലീഫ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ചീരയോ മറ്റു മുരിങ്ങയിലയോ മറ്റു ഇലകളോ മറ്റു ചേർത്തിട്ട് നമുക്ക് ഈ കറി വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈ ഇലക്കറി നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആ തണ്ട് അങ്ങ് പൊട്ടിച്ച് കളയുക. എന്നിട്ട് നന്നായിട്ട് ഇല കഴുകിയെടുത്ത് വൃത്തിയാക്കി വെക്കാം. തണ്ട് കൂടി ഇടുന്ന സമയത്താകുമ്പോൾ നമുക്ക് വിചാരിച്ചത്ര ടേസ്റ്റ് കിട്ടില്ല. വേണമെങ്കിൽ തണ്ട് ഇടാം, പക്ഷെ ഇടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി ഈ ഇലകളെല്ലാം നന്നായി കഴുകിയെടുത്ത് അടുക്കി പറക്കി വെച്ച ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് അതും ചെറുതായി അരിഞ്ഞെടുത്താൽ ഈ കറിക്കുള്ള രണ്ടാമത്തെ ഐറ്റവും ഇവിടെ റെഡിയായി. ഇനി 5-6 ചെറിയ ക്യാരറ്റ്, ഇനി വലുതാണെങ്കിൽ 1-2 നിങ്ങൾക്ക് എടുക്കാം. അതിങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഏകദേശം എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കടായി എടുത്തിട്ട് അല്ലെങ്കിൽ ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അത് കുറച്ച് മുരിഞ്ഞ് വരുന്നത് വരെ കാത്തു നിൽക്കാം. അതിനുശേഷം ഒരു നുള്ള് ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ജീരകത്തിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 പച്ചപ്പറങ്കിയും ഒരു വലിയ ഉള്ളിയും അത് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിഞ്ച് മഞ്ഞൾപ്പൊടി അത്രേ വേണ്ടു, അതും ചേർത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 സ്പൂണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇലയിടാനായിട്ടില്ല, അത് രണ്ടും മാത്രം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ തക്കാളി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കൂറ അതായത് പാല ഇല, ആ സ്പിനാച്ച് ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളായിട്ട് വേണം വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം.
ക്യാരറ്റും കൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു 2-3 സ്പൂൺ വെള്ളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പാലക് പൊട്ടറ്റോ ക്യാരറ്റ് കറി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കറി നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ പാലക്കൂറയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇല വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്